ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KCETയുടെ അലോട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റിയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഇട്ട വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ ശ്രമിക്കാം. അപ്പോൾ എക്സാമിന് ശേഷം റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ നമ്മുടെ +2ന്റെ മാർക്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ അത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്കും KEAയുടെ സൈറ്റിൽ വരുന്നതായിരിക്കും. അത് നിങ്ങൾ തീർച്ചയായിട്ടും മാർക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ റാങ്കിൽ ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നു വരും, ചിലപ്പോൾ റാങ്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം, മാർക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് 100 അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് കാരണം കർണാടകയിലെ സ്റ്റുഡൻസിന് അവരുടെ എക്സാം വരുന്നത് ഔട്ട് ഓഫ് 100 തന്നെയാണ്. അപ്പോൾ നമ്മളും ആ രീതിയിൽ അപ്ലോഡ് ചെയ്താലാണ് നമ്മുടെ റാങ്ക് കൂടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ആ കാര്യം ഓർത്ത് വെച്ചേക്കാം. പിന്നെ മാത്സിന്റെ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് വെരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓപ്ഷൻ എൻട്രി സ്റ്റാർട്ട് ആവുക. നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസ് ക്ലോസ് Y കാറ്റഗറിയിലാണ് പെടുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഓഫ്ലൈൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇല്ല. അതായത് നമ്മൾ അവിടെ പോയിട്ട് ഡോക്യുമെന്റ്സ് ഒന്നും വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. പിന്നെ ഈ കൺഫർമേഷൻ സ്ലിപ്പിൽ ഒരു QR കോഡും നിങ്ങളുടെ ഫോട്ടോയുടെ മുകളിലായിട്ട് ഒരു കോഡും കാണാൻ പറ്റും. അപ്പോൾ KEAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ ഓപ്ഷൻ എൻട്രിയുടെ സമയം സ്റ്റാർട്ടായി എന്ന് പറയുന്ന ദിവസം നിങ്ങൾ ആ വെബ്സൈറ്റിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ പറയുന്ന QR കോഡ് സ്കാൻ ചെയ്യണം. എന്നിട്ട് ഈ കോഡ് അടിച്ച് കൊടുത്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ എൻട്രി ചെയ്യാവുന്നതാണ്. പിന്നെ സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗിൽ BSc നഴ്സിംഗിന് ചേരാൻ ആഗ്രഹിക്കണം മൈനോറിറ്റി ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് അവരുടേതായ ഓഫ്ലൈൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിന് നിങ്ങൾ ഒരു ദിവസം കോളേജിലേക്ക് വിളിപ്പിക്കും. അപ്പോൾ ആ ദിവസം പോയിട്ട് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അവരുടെ PDF ഒഫീഷ്യലി കൊടുത്തിട്ടുണ്ട്. ആ ഡോക്യുമെന്റ്സ് ഒക്കെ നേരത്തെ തന്നെ റെഡിയാക്കുക. അവരുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തത്, കാരണം അത് പെട്ടെന്നായിരിക്കും അറിയിക്കുക. അപ്പോൾ ബിഷപ്പിൻ്റെ ഒക്കെ ലെറ്റർ ആവശ്യമുള്ളത് നേരത്തെ മേടിച്ച് വെക്കാൻ ശ്രമിക്കുക. പിന്നെ ഓപ്ഷൻ എൻട്രിയുടെ സമയത്ത് നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾക്ക് INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരവും KNC കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഒരു കാര്യം, 2 ലക്ഷത്തിന് താഴെ റാങ്കുള്ള എല്ലാ കുട്ടികൾക്കും മെഡിക്കൽ കോളേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ MBBSന് പഠിക്കുക, ഡോക്ടർ ആവാൻ പഠിക്കുന്ന കുട്ടികളും കൂടി ഉണ്ടാവും. അതായത് അവർക്ക് ഡോക്ടർ ആവാൻ പഠിക്കുന്നവർക്ക് എന്തായാലും ഫെസിലിറ്റീസ് ആവശ്യമാണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ആവശ്യമാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉള്ള സ്ഥിതിക്ക് അവിടെ നിന്ന് നഴ്സിംഗ് പഠിക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് നല്ല എക്സ്പോഷർ കിട്ടും. അതായത് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും ഓരോ കാര്യങ്ങൾ ചെയ്ത്. അത് നിങ്ങൾക്ക് ജോലിക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോഴും പിന്നെ ഇന്റർവ്യൂയുടെ സമയത്തൊക്കെ വളരെയധികം ഉപകാരപ്പെടും. നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കും ഹോസ്പിറ്റൽസ്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ചില കോളേജസ് ഗേൾസ് ഓൺലി മാത്രമാണ്. അപ്പോൾ ബോയ്സ് അപ്ലൈ ചെയ്യണവർ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജ് ബോയ്സിനെയും കൂടെ അലോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കണം. സംഭവം ഈ KEA വഴി അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും ബോയ്സിനും ഗേൾസിനും എടുക്കുന്നതാണ് ഗവൺമെന്റ് നിയമം. എന്നാലും ചില കോളേജിൽ പണ്ടേ തൊട്ട് ഗേൾസിനെ മാത്രം എടുത്ത് വരുന്ന കോളേജ് ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് പോയിരിക്കേണ്ടി വരും. ബാക്കിയെല്ലാം ഗേൾസും നിങ്ങൾ മാത്രം ഒരു ബോയ് ആയിട്ട് ഇരിക്കേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് നേരത്തെ അത് ചോദിക്കണം എന്ന് പറയുന്നത്. പിന്നെ കുറേ പാരൻസ് ഏജന്റ് വഴി സീറ്റുകളൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഏജന്റുമാർ പറയും ഇപ്പോൾ ബുക്ക് ചെയ്ത സീറ്റ് തന്നെ KEA കൊടുത്താലാണ് ആ ബുക്ക് ചെയ്ത സീറ്റ് കിട്ടുള്ളൂ എന്ന്. അത് നിങ്ങൾ ശരിക്കും പറ്റിക്കേണ്ടതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ KEA വഴി ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഗവൺമെന്റ് ബേസ്ഡാണ് സീറ്റ് കിട്ടുന്നത്. ഓക്കെ, അതിന് നിങ്ങൾ സെപ്പറേറ്റ് ഏജന്റുമാരുടെ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഓൾറെഡി കോളേജ് ബുക്ക് ചെയ്തവർക്ക് വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് KEA വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം, ചില ഏജന്റുമാർ ഈ കോളേജ് നല്ലതാണ് ആ കോളേജ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ കൊണ്ട് ഓരോ കോളേജ് കൊടുത്തിരിക്കും. സംഭവം ചിലപ്പോൾ അത് മെഡിക്കൽ കോളേജ് തന്നെയാവും. പക്ഷേ അവിടുത്തെ ഫീസൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെയാണ് അത് കിളി പോകുക. കാരണം അത് അവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന നേരത്തായിരിക്കും ചതി പറ്റിയെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഏജന്റുമാർ പറയുന്ന കോളേജുകൾ കണ്ണടച്ച് വിശ്വസിച്ച് അവിടെ ഓപ്ഷൻസ് കൊടുക്കരുത്. പിന്നെ ചിലരുടെ വീട്ടിലെ കസിൻസ് അവിടെയാണ് പഠിക്കുന്നത്, ആ കോളേജ് കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് അവിടെ വിശ്വസിച്ച് കൊടുക്കണമെന്നില്ല. കാരണം നിങ്ങൾക്ക് നല്ല മാർക്കുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മെഡിക്കൽ കോളേജ് പഠിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് കസിൻ അവിടെയാണ് പഠിക്കണേ, അതുകൊണ്ട് ഈ കോളേജ് വെക്കണം അങ്ങനെയുള്ള രീതിക്ക് പോകരുത്. ഓക്കെ, പിന്നെ ഈ KEAയുടെ എക്സാം വഴി നമുക്ക് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസിലൊന്നും അഡ്മിഷൻ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റിൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് വെച്ചിട്ട് കാര്യമില്ല. കാരണം ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ എൻട്രിയുടെ സമയത്ത് അവർ അതൊക്കെ റിമൂവ് ചെയ്യും. അത് കർണാടക സ്റ്റുഡൻസിനുള്ളതാണ്. ഓക്കെ, പിന്നെ മിക്ക കുട്ടികൾക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ ഈ കോളേജുകൾ ഓപ്ഷൻ എൻട്രി ചെയ്യാൻ സമയത്ത് നമ്മൾ വിചാരിച്ച കോളേജിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതേ പേരിൽ തന്നെ ഒരു 5-10 എണ്ണം കാണും. അത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജിന്റെ സ്ഥലവും ഇതിൽ പറഞ്ഞേക്കുന്ന അഡ്രസ്സിലെ സ്ഥലവും മാച്ച് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കോളേജുകളുടെ കോഡ്, അത് നിങ്ങൾക്ക് ഡയറക്റ്റ് കോളേജിലേക്ക് വിളിച്ച് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോളേജ് കോഡ് പറഞ്ഞു തരും. ആ കോളേജ് കോഡ് ടൈപ്പ് ചെയ്താൽ നമുക്ക് അതിന്റെ ശരിയായിട്ടുള്ള കോളേജ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ എൻട്രിയുടെ സമയത്ത് കൃത്യമായിട്ടുള്ള കോളേജ് തന്നെയാണ് വെക്കണമെന്ന് ഒരു 2-3 വട്ടം ഉറപ്പാക്കണം. കാരണം ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി ഓപ്ഷൻസ് സമർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അലോട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു 750 രൂപ അവിടെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ സീറ്റ് മെട്രിക്സ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഓരോ കോളേജിലും എന്തോരം സീറ്റ് ഉണ്ട് എന്നുള്ളൊരു മെട്രിക്സ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് പ്രധാനമായിട്ട് 4 അലോട്ട്മെന്റ് ആണ് ഉള്ളത്. ആദ്യത്തേത് മോക്ക് അലോട്ട്മെന്റ് അഥവാ ട്രയൽ അലോട്ട്മെന്റ്, പിന്നെ ഉള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ്, അതുപോലെ സെക്കൻഡ് അലോട്ട്മെന്റ്, പിന്നെ തേർഡ് അലോട്ട്മെന്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. എല്ലാ അലോട്ട്മെന്റിനും ഒരു പ്രൊവിഷണൽ അലോട്ട്മെന്റും ഫൈനൽ അലോട്ട്മെന്റും ഉണ്ട്. അതായത് താൽക്കാലികമായ റിസൾട്ടും ഫൈനൽ ആയിട്ടുള്ള റിസൾട്ടും ഉണ്ട്. അതായത് താൽക്കാലികമായിട്ട് വരുന്ന റിസൾട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പ്രൊവിഷണൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അതോടൊപ്പം തന്നെ സീറ്റ് മെട്രിക്സും പബ്ലിഷ് ചെയ്യും. അതായത് ഓരോ കോളേജിലും ഇന്ന റാങ്കുള്ള കുട്ടിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ റാങ്ക് ഈ കുട്ടീനേക്കാളും കൂടുതലാണ്, അപ്പോൾ നമുക്ക് കിട്ടേണ്ട സീറ്റാണ് ആ കുട്ടിക്ക് കിട്ടിയേക്കണേ, നമ്മൾ ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ വെച്ചത്, എന്നിട്ടും നമുക്ക് കിട്ടിയില്ല എന്നുള്ളൊരു ഒബ്ജക്ഷൻ നമുക്ക് വരാണെങ്കിൽ നമുക്കത് KEAയിൽ അപ്പോൾ തന്നെ പരാതിപ്പെടാം. അപ്പോൾ ആ പരാതികളൊക്കെ പരിഗണിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അവർ ഫൈനൽ ആയിട്ടുള്ള റിസൾട്ടും പബ്ലിഷ് ചെയ്യും. ഇങ്ങനെ ഓരോ അലോട്ട്മെന്റിനും 2 സ്റ്റെപ്പ് ഇതുണ്ട്. ഓക്കെ,
ഇനി പറയാൻ പോകുന്നത് മോക്ക് അലോട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. മോക്ക് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അലോട്ട്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം അവർ ചെയ്യുന്നതാണ് ഈ മോക്ക് അലോട്ട്മെന്റ്. ഇതിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിയെന്ന് കരുതാം, ആ കോളേജ് തന്നെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിന് കാരണം മോക്ക് അലോട്ട്മെന്റിന് ശേഷം നമുക്ക് കോളേജുകളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ വെച്ച കോളേജ് അങ്ങോട്ടൊക്കെ മാറ്റാം. അങ്ങനെ കുറേ കുട്ടികൾ അങ്ങോട്ട് ഓപ്ഷൻസ് മാറ്റി കഴിയുമ്പോൾ പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മോക്ക് അലോട്ട്മെന്റ് കഴിയുമ്പോൾ അതിന്റെ കട്ട് ഓഫ് അവർ പബ്ലിഷ് ചെയ്യും. പക്ഷേ ആ കട്ട് ഓഫ് ആക്ച്വലി കർണാടക സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ അതിലെ ജനറൽ മെറിറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നോക്കി കഴിഞ്ഞാൽ കർണാടകത്തെ പിള്ളേർക്ക് എത്ര റാങ്ക് വരെ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു റാങ്ക് വെച്ചിട്ട് നമ്മുടെ റാങ്കിനെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന കോളേജിൽ കിട്ടാൻ എത്ര റാങ്ക് വേണമെന്ന് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള BSc നഴ്സിംഗിന്റെ സീറ്റുകളെ പറ്റി അവിടെ എത്ര റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് കിട്ടിയെന്നുള്ളതും ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷമായിരിക്കും പബ്ലിഷ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ മോക്ക് അലോട്ട്മെന്റിൽ നമുക്കൊരു കോളേജിൽ കിട്ടിയെന്ന് കരുതാം. ആ കോളേജിൽ നമ്മൾ ആ സമയത്ത് പോയി അഡ്മിഷൻ എടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ലിസ്റ്റ് വരും. അത് കഴിഞ്ഞ് അതിന്റെ സീറ്റ് മെട്രിക്സ് വരും. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഫൈനൽ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. പിന്നെ ഒരു കാര്യം, നിങ്ങളിപ്പോൾ സെന്റ് ജോൺസിക്ക് റിസർവേഷൻ വെച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ, മൈനോറിറ്റി ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സെന്റ് ജോൺസ് കിട്ടാൻ സാധ്യത കുറവാണ്. ഓപ്പൺ മെറിറ്റിലുള്ള കുട്ടികൾക്കാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സെന്റ് ജോൺസിൽ സീറ്റ് കിട്ടുക. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിലാണ് അവർ മൈനോറിറ്റി ക്രിസ്ത്യൻസിനുള്ള റിസർവേഷൻ തുറന്നു കൊടുക്കുള്ളൂ. അതുവരെ അവർ ആ സീറ്റ് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് പതിവ്. അതുകൊണ്ട് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, സെന്റ് ജോൺസിന്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് മിക്ക PDF നോക്കിയാലും കിട്ടില്ല. അതിന് കാരണം അവർ ഓപ്പൺ മെറിറ്റിലുള്ള സീറ്റും അതുപോലെ തന്നെ റോമൻ കാത്തലിക് ഓൾ ഇന്ത്യ ഓപ്പൺ മെറിറ്റിലുള്ള സീറ്റും ഒരുമിച്ചാണ് കൊടുക്കുക. അതായത് രണ്ടിന്റെയും കൂടെ ഒരുമിച്ചുള്ള ഒരു കട്ട് ഓഫ് റാങ്ക് ആണ് അവർ അനൗൺസ് ചെയ്യുക. അത് അനൗൺസ് ചെയ്യണമെങ്കിൽ അവർക്ക് അത് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിയണം. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമുള്ള സീറ്റ് മെട്രിക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ സെന്റ് ജോൺസിന്റെ കട്ട് ഓഫ് കാണാൻ സാധിക്കുന്നതാണ്. വരും വർഷങ്ങളിൽ ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ KEAയുടെ വെബ്സൈറ്റിൽ ഈ പറയുന്ന സൈഡിലെ 3 ലൈൻസ് കുത്തിയിട്ട് നിങ്ങൾക്ക് അതിൽ പ്രീവിയസ് ഇയർ അഡ്മിഷൻസിൽ UG സെറ്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ എല്ലാ ഡീറ്റെയിൽസും കാണാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. ഇനി പറയാൻ പോകുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷമുള്ള ചോയ്സ് എൻട്രി പ്രോസസ്സിനെ പറ്റിയാണ്. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടിയെന്ന് കരുതാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4 ചോയ്സ് ഉണ്ടാവും. ഒന്നാമത്തെ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ കോളേജിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അതുകൊണ്ട് ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ 10 രൂപ അടച്ചിട്ട് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് ആ കൺഫർമേഷൻ സ്ലിപ്പിൽ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ അതിൽ പറഞ്ഞ ഡേറ്റിൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. പിന്നെ രണ്ടാമത്തെ ചോയ്സ് ആണ്, എനിക്കിപ്പോൾ കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷേ എനിക്ക് ഹയർ ഓപ്ഷൻസ് നോക്കാൻ താല്പര്യമുണ്ട്. അതായത് നിങ്ങൾ 1 തൊട്ട് 100 വരെ കോളേജുകൾ ഓപ്ഷൻ എൻട്രിയുടെ സമയത്ത് കൊടുത്തു എന്ന് സങ്കല്പിക്കുക. അതിൽ നിങ്ങൾക്ക് 50ാമത്തെ കോളേജാണ് കിട്ടിയത്. പക്ഷേ നിങ്ങൾക്ക് 50ന് മുകളിലോട്ടുള്ള കോളേജിൽ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചോയ്സ് 2 സെലക്ട് ചെയ്യണം. ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50ാമത്തെ കോളേജാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് 50ന് താഴോട്ടുള്ള എല്ലാ കോളേജും ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അതിന് മുകളിലേക്കുള്ള കോളേജുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് ഓർഡർ മാറ്റി വെക്കാം. ഓക്കെ, പക്ഷേ അതിന് താഴോട്ടുള്ള എല്ലാ കോളേജും ഡിലീറ്റ് ആയി പോകുന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അതുകൊണ്ടാണ് ഓപ്ഷൻ എൻട്രിയുടെ സമയത്ത് ശ്രദ്ധിച്ച് കോളേജുകൾ വെക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ചോയ്സ് 2 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് 1 തൊട്ട് 50 വരെ ഉള്ളതിൽ 25ാമത്തെ കോളേജ് കിട്ടിയെന്ന് കരുതാം. 25ാമത്തെ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ 50ാമത്തെ കോളേജ് ഉണ്ടല്ലോ അവിടെ പോയി ചേരാൻ സാധിക്കില്ല. അതിന് പകരം നിങ്ങൾ 25ാമത്തേൽ ചേരണം. 50ാമത്തെ കോളേജിൽ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ സീറ്റ് അവർ ഓൾറെഡി ക്യാൻസൽ ചെയ്ത് കളയും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇനിയിപ്പോൾ ഒരു കോളേജും കിട്ടിയില്ലാന്ന് കരുതാം. അപ്പോൾ എന്ത് സംഭവിക്കും? ആ 50ാമത്തെ കോളേജ് നിങ്ങൾക്ക് അവിടുത്തെ സീറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഓപ്ഷൻ 2 സെലക്ട് ചെയ്യാൻ. ഇനി ചോയ്സ് 3 സെലക്ട് ചെയ്തവർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ സീറ്റ് കളഞ്ഞിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ ആ സീറ്റ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം റീഅറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടിയാൽ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അഥവാ കോളേജ് ഒന്നും പോലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയും സീറ്റ് കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ വരും. ഓക്കെ, വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോയ്സ് 2 എടുത്താലും ചോയ്സ് 3 എടുത്താലും നിങ്ങൾക്ക് പുതുതായിട്ട് ഒരു കോളേജ് ആഡ് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ ഒരു കാര്യം, ഈ കോളേജുകൾ ആഡ് ചെയ്യേണ്ട സമയം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തരും. ചോയ്സ് സെലക്ഷന്റെ സമയത്ത് നിങ്ങൾ ചോയ്സ് സെലക്ട് ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ എൻട്രി ലിങ്ക് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ലിങ്ക് വരും. അതിൽ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചുള്ള കോളേജുകളുടെ ലിസ്റ്റും വരും. ഓക്കെ, പിന്നെ ചോയ്സ് 1 എടുത്തവർക്ക് മാത്രമാണ് 10 രൂപ ഫീസ് അടക്കേണ്ടത്. ചോയ്സ് 2ഉം 3 എടുത്തവർക്ക് യാതൊരു ഫീസും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം, ചോയ്സ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിറ്റ് ഓപ്ഷൻ ആണ്. അതായത് നിങ്ങൾ കാശ് കൊടുത്ത എവിടെയും കോളേജിൽ സീറ്റ് മേടിച്ചു, ഇനി നിങ്ങൾക്ക് ഈ അലോട്ട്മെന്റിൽ നിൽക്കാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ അലോട്ട്മെന്റിൽ നിന്ന് പിന്മാറാണ് എന്നതാണ് ചോയ്സ് 4 പറയുന്നത്. ഓക്കെ, ഇനി കർണാടകയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങളോട് മിക്കവരും പറയാത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫീസ് ഉണ്ടല്ലോ, KEA ത്രൂ എഴുതി വന്നാലും നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് 1,40,000 അപ്രോക്സിമേറ്റ്ലി. ആ ഫീസ് ഗവൺമെന്റ് ഫിക്സ് ചെയ്തതാണ്. എന്നാലും ചില കോളേജസ് അതിൽ കൂടുതൽ കാശ് ഈ പറയുന്ന സ്റ്റുഡൻസിൻ്റെ നിന്ന് മേടിക്കുന്നുണ്ട്. അതും വലിയ വലിയ മെഡിക്കൽ കോളേജസ് വരെ അങ്ങനെ മേടിക്കണവരുണ്ട്. KEA വഴി വന്ന പിള്ളേരുടെ നിന്ന് പോലും അത്രയധികം ഹൈ എമൗണ്ട് മേടിക്കും. അങ്ങനെയുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇല്ലീഗലാണ്. ഓക്കെ, അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു അനുഭവം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് KEAയിൽ കംപ്ലൈൻറ്റ് ചെയ്യണം. ഓക്കെ, പിന്നത്തെ കാര്യം, KEAയിൽ ട്യൂഷൻ ഫീസ് മാത്രമാണ് അവർ ഫിക്സ് ചെയ്തേക്കുന്നത് 1,40,000. ചില കോളേജസ് അവർക്ക് ഹോസ്റ്റലിൻ്റെ ഫീസ്, മെസ് ഫീസ്, അതുപോലെ തന്നെ മിസ്ലേനിയസ് ഫീസ്, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫീസ്, യൂണിഫോമിൻ്റെ ഫീസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെയധികം കാശ് മേടിക്കണവരുണ്ട്. സംഭവം ഈ ഫീസൊക്കെ എല്ലാ കോളേജുകാരും മേടിക്കും. പക്ഷേ അതിനൊക്കെ ഒരു അളവിൽ ഒരു പരിമിതിയൊക്കെ ഉണ്ട് എല്ലാത്തിനും. അതായത് ഇപ്പോൾ ലാബിൻ്റെ ഫീസ് എന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ മേടിക്കണവർ വരെയുണ്ട്. അങ്ങനെയുള്ള കോളേജുകളിൽ ദയവ് ചെയ്ത് ചേരാണ്ടിരിക്കുക. കാരണം മിക്ക കുട്ടികളും അഡ്മിഷൻ്റെ സമയമാകുമ്പോൾ ഈ ഫീസ് കേൾക്കുമ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാവുക. അവർ ഇപ്പോൾ എഴുതി പഠിച്ച് വന്നത് വെറും കടായി. കാരണം എന്താ, മാനേജ്മെന്റ് സീറ്റിൽ വന്നാൽ പോലും ഇത്ര ഫീസ് തന്നെ മേടിക്കും. അപ്പോൾ ഈ KEA സീറ്റിൽ വന്നിട്ട് മാനേജ്മെന്റ് സീറ്റിൽ വന്നിട്ടും വലിയ ഉപകാരമൊന്നും ഇല്ല. ഏതിൽ വന്നാലും കണക്ട് ചെയ്യാനുള്ള രീതിക്കായി. അങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓപ്ഷൻ എൻട്രിയുടെ സമയത്ത് തന്നെ എല്ലാ
എല്ലാ കോളേജിലും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്പർ നോക്കിയിട്ട് വിളിച്ചന്വേഷിക്കുക. അവരോട് ഡയറക്റ്റ് വിളിച്ചന്വേഷിക്കുക. KEA ത്രൂ വന്നു കഴിഞ്ഞാൽ ഈ കോളേജിൽ എത്ര ഫീസാവും, ഈ മിസ്ലേനിയസ് ഫീസ് എത്ര വരും, ബാക്കിയുള്ള ഫീസുകൾ എന്തൊക്കെയാണ് എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് മാത്രം ഓപ്ഷൻ എൻട്രിയുടെ സമയത്ത് ഓപ്ഷൻസ് വെക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് ഒരിക്കലും ഒരു കോളേജും വെക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ ചില കോളേജുകളിൽ നല്ല ഫുഡിന് ഫീസും അതുപോലെ തന്നെ ഹോസ്റ്റലിനും ഫീസ് മേടിക്കും. എന്നാലോ കൊടുക്കുന്നത് ഭയങ്കര ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡാണ്. അങ്ങനെയുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളോടോ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോടോ ആരെയും പരിചയത്തിലുണ്ടെങ്കിൽ ചോദിച്ചറിയുന്നത് നല്ലതായിരിക്കും. പിന്നെ ചില കോളേജുകളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല കേരള സ്റ്റൈലിലുള്ള ഫുഡൊക്കെ വിളമ്പി നമ്മളിന്ന് സ്വാധീനിക്കുന്ന രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കോളേജുകളിൽ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ചേർന്നായിരിക്കും നല്ലത്. അതിന് കാരണം ആദ്യത്തെ ഒരു മാസം കേരള സ്റ്റൈൽ ഫുഡേ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങോട്ട് ഫുഡിൻ്റെ രീതികൾ മാറി പോണ കോളേജുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹോസ്റ്റലിന്റെ ഫീസ് വളരെ അധികമാണെന്ന് കരുതിയിട്ട് നിങ്ങളുടെ കുട്ടികളെ ഒരിക്കലും പുറത്ത് ഹോസ്റ്റലിൽ നിർത്തരുത്. അത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക കുട്ടികൾക്കും ഉഴപ്പാനുള്ള ഒരു ടെൻഡൻസി വരുന്നത് പുറത്ത് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുമ്പോഴാണ്. ഓക്കെ, വഴി തെറ്റി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആവുന്നില്ല. ചിലർക്ക് അത് മാനേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാലും പരമാവധി ഹോസ്റ്റലുകൾ കോളേജിന്റെ അകത്തുള്ളത് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കോളേജിലുള്ള അവിടുത്തെ മിസ്ലേനിയസ് ഫീസുകളെ പറ്റിയുള്ള ലിസ്റ്റാണ്. ഇതുപോലെ എല്ലാ കോളേജിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഓരോ കോളേജിനനുസരിച്ച് ഫീസിന് വ്യത്യാസവും വരും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഫീസ് അധികം മേടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ പ്രൊട്ടസ്റ്റുകൾ എല്ലാ വർഷവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞോണം, എല്ലാ കോളേജിലേക്കും വിളിച്ചന്വേഷിക്കുക. ഡയറക്റ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചന്വേഷിക്കുക. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. കാരണം അവർ ഫീസ് KEA ത്രൂ വന്നാലും കൂടുതലാണ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് KEA കംപ്ലയിന്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കോളിന്റെ റെക്കോർഡിംഗ്സും സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കർണാടകയിൽ പരിചയക്കാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന കോളേജിനെ പറ്റി അവരോട് നേരിട്ട് ആ കോളേജിന്റെ ഓഫീസിൽ പോയി അന്വേഷിക്കാൻ പറയുന്നത് നല്ലതാണ്. അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സഹായകരമാവും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ KCET അലോട്ട്മെന്റ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ്. ഞാനിപ്പോൾ 2025 KCET എക്സാം എഴുതിയത്. എൻ്റെ റാങ്ക് 44,067 ആയിരുന്നു. പിന്നെ ഞാൻ +2ൻ്റെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 44,064.5 ആയി. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മാർക്ക് ഷീറ്റ് കാണാം, +2 കാണാം, അതുപോലെ KCETയുടെ റാങ്കും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ മനസ്സിലായല്ലോ, കുറച്ച് മാർക്കിൽ തന്നെ നല്ല റാങ്കിക്ക് എത്താവുന്നതേ ഉള്ളൂ. അത് പിന്നെ വർഷം തോറും കോമ്പറ്റീഷൻ കൂടുന്നതുകൊണ്ട് മാർക്ക് കൂടിയാലാണ് റാങ്കും കൂടി വരുള്ളൂ. ഓക്കെ, വേറൊരു കാര്യം കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 44,064 എന്ന് പറയുന്നത് നഴ്സിംഗിന്റെ മാത്രം റാങ്കാണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന റാങ്കിന് മോളിക്കുള്ള എല്ലാ പിള്ളേരും നഴ്സിംഗിനുള്ളവർ തന്നെയാണ്. അല്ലാണ്ട് എഞ്ചിനീയറിംഗിന്റെയും ബാക്കിയുള്ള എല്ലാ കോഴ്സും ഒരുമിച്ചല്ല റാങ്ക് പറയുന്നത്, സെപ്പറേറ്റ് ആണ്. എന്നിട്ടും എന്തുകൊണ്ട് മെഡിക്കൽ കോളേജ് കിട്ടുമെന്ന് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള മിക്ക കുട്ടികളും നീറ്റിനും കൂടെ അപ്ലൈ ചെയ്തവരുണ്ടാവും. ചിലർ ജസ്റ്റ് എക്സാം രജിസ്റ്റർ ചെയ്തിട്ട് അത് എഴുതാണ്ട് പോയവരുണ്ടാവും. കുറേ കുട്ടികൾ മെഡിക്കൽ കോളേജിന് പകരം സാധാരണ കോളേജും ലോക്കൽ ആയിട്ടുള്ള കോളേജിലേക്ക് തെറ്റിയിട്ട് കൊടുക്കുന്നവരുണ്ടാവും. അങ്ങനെ കുറേ കാരണങ്ങളാൽ ഈ പറയുന്ന കോഴ്സുകളിൽ ചേരാണ്ട് പോകും, നഴ്സിംഗിൽ ചേരാണ്ട് പോകുന്നവരുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 2 ലക്ഷത്തിന് താഴെയുള്ളവർക്ക് മിക്കവർക്കും മെഡിക്കൽ കോളേജ് കിട്ടുമെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജസ് ഉള്ള ഒരു സംസ്ഥാനമാണ് കർണാടക. അതുകൊണ്ടും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതകൾ ഏറെയാണ്. ഓക്കെ, ഇനി ഞാൻ കാണിച്ചിരുന്നത് എൻ്റെ വെരിഫിക്കേഷൻ സ്ലിപ്പാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം QR കോഡും ഫോട്ടോയും ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഓപ്ഷൻ എൻട്രി സെറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് കാണാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ എൻട്രിയുടെ സമയമാകുമ്പോൾ നിങ്ങൾ ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ആ കോഡ് എൻ്റർ ചെയ്ത് കയറണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കോഡ് ആർക്കും പറഞ്ഞു കൊടുക്കാനോ ഷെയർ ചെയ്യാനോ പാടില്ല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ വെരിഫിക്കേഷൻ സ്ലിപ്പിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് KEAയുടെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ കാണിക്കുന്നത് ഞാൻ ഓപ്ഷൻസ് ആയിട്ട് വെച്ച കോളേജുകളുടെ ലിസ്റ്റാണ്. ഇതൊരിക്കലും ഒരു ഓപ്ഷൻ എൻട്രി അഡ്വൈസ് അല്ല. ഞാൻ ജസ്റ്റ് വെച്ച കോളേജുകൾ അന്ന് വെച്ചത് കാണിച്ചു തരുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ 20ഓളം കോളേജ് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് 10 വെച്ചാലും മതി. ഞാൻ പിന്നെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യേണ്ട സമയത്ത് ഇനി കോളേജുകൾ വീണ്ടും ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അറിയാവുന്ന കോളേജുകൾ, അത്യാവശ്യം നല്ല അഭിപ്രായങ്ങൾ കേട്ട കോളേജുകളൊക്കെ വെച്ചത്. അങ്ങനെ എനിക്ക് അത്യാവശ്യം അറിവൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കോളേജും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഓപ്ഷൻസ് വെച്ചത്. 2026 KCETക്ക് ഓപ്ഷൻ എൻട്രിയുടെ സമയമാകുമ്പോഴേക്കും ഞാൻ നല്ല കോളേജുകളുടെ ലിസ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ കാത്തിരുന്ന് മോക്ക് അലോട്ട്മെന്റ് വന്നു. മോക്ക് അലോട്ട്മെന്റിൽ എനിക്ക് സെന്റ് ജോൺസ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കിട്ടിയത്. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോൾ അതിലെ പ്രൊവിഷണലിലും ഫൈനലിലും JSS കോളേജാണ് കിട്ടിയത്. അത് മൈസൂരുള്ള കോളേജാണ്. പക്ഷേ അതിലൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ JSS കോളേജിൽ KEA നിശ്ചയിച്ചേക്കാളും കൂടുതൽ ഫീസ് മേടിക്കണമെന്ന് കംപ്ലൈന്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു KEയിലേക്ക്. പിന്നീട് അത് ശരിയായി എന്നാണ് കേട്ടത്. എങ്കിലും ഞാൻ ചോയ്സ് 3 സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കോളേജിന്റെ ഓപ്ഷൻസ് ഒക്കെ വീണ്ടും റീഅറേഞ്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് ഞാൻ വെച്ച പുതിയ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ്. അങ്ങനെ സെക്കൻഡ് റൗണ്ട് വന്നു. അതിലെ പ്രൊവിഷണലിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ സെന്റ് ജോൺസ് കിട്ടി. ഫൈനലിലും അതെ സെന്റ് ജോൺസ് തന്നെയാണ് കിട്ടിയത്. പിന്നെ ഒരു കാര്യം, എനിക്ക് ഓപ്പൺ മെറിറ്റിൽ തന്നെയാണ് കിട്ടിയത് കേട്ടോ സീറ്റ്. റിസർവേഷനിൽ കിട്ടിയവർക്ക് അതിൽ NC8 എന്ന് എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഞാനിതിൽ കട്ട് ഓഫ് ഇട്ടിട്ടുണ്ട്. ഈ വർഷത്തെ 2025 കട്ട് ഓഫ്. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ 2024 81,000 ആയിരുന്നു കട്ട് ഓഫ്. ഇപ്രാവശ്യം അത് കുറഞ്ഞിട്ട് 64,000 വരെ ആയിട്ടുണ്ട്. അതിനർത്ഥം കൂടുതൽ കുട്ടികൾ ഇതിലേക്ക് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചോയ്സ് 1 സെലക്ട് ചെയ്തു. 10 രൂപ അടച്ചിട്ട് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തു. ചോയ്സ് 1 സെലക്ട് ചെയ്തവർക്ക് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആ പറയണ വെരിഫിക്കേഷൻ സ്ലിപ്പിലുണ്ട്. ഫീസൊക്കെ നമ്മൾ ഡയറക്റ്റ് കോളേജിൽ തന്നെ വേണം അടയ്ക്കാൻ. പിന്നെ കോളേജിൽ പോകുമ്പോൾ വലിയ എമൗണ്ടാണ് ഫീസൊക്കെ. അപ്പോൾ അതടയ്ക്കാൻ ഗൂഗിൾ പേ പോലുള്ളത് പറ്റില്ല. അതിന് പകരം ചെക്ക് ലീഫ് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതായിരിക്കും കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുണ്ടാവുക. പിന്നെ ഈ പറഞ്ഞേക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ എക്സ്ട്രാ ആയിട്ട് ചില കോളേജുകൾ ചോദിക്കാറുണ്ട്. ഇതിൽ പറയുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഏത് കോളേജിൽ പഠിക്കണമെങ്കിലും വേണം. അപ്പോൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് 1000 രൂപ കൊടുത്ത് രാജീവ് ഗാന്ധിയുടെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഉണ്ട്, അതിൽ അപ്ലൈ ചെയ്യണം. ചില കോളേജ് അത് ചെയ്തു തരും. അപ്പോൾ അഡ്മിഷൻ്റെ സമയത്ത് അതിനെപ്പറ്റി അവർ കൂടുതൽ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ തേർഡ് അലോട്ട്മെന്റിന് ശേഷമായിരിക്കും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ സ്പോട്ട് അലോട്ട്മെന്റുകൾ നടത്താറുണ്ട്. സെന്റ് ജോൺസിൽ സ്പോട്ട് അലോട്ട്മെന്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നടത്താറ്. അതുകൊണ്ട് അവരുടെ വെബ്സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.